നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ഇന്ന് എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിട്ടുള്ള വാർത്ത ഭരണകക്ഷി MLA ആയ PV അൻവർ ADGP MR അജിത് കുമാറിനെതിരായി നടത്തിയ ആരോപണത്തിൽ അന്വേഷണം മാത്രമാണ് ഉണ്ടാകുക. അതുമായി ബന്ധപ്പെട്ട് സ്ഥലം മാറ്റലോ സസ്പെൻഷനോ അങ്ങനെ മറ്റ് നടപടികളൊന്നും ADGP MR അജിത് കുമാറിനെതിരായി ഇല്ല എന്ന വാർത്തയാണ്. അപ്പോൾ ആ വാർത്ത ഓരോ പത്രങ്ങളും എങ്ങനെയാണ് നൽകിയിരിക്കുന്നത്, അതല്ലാതെ മറ്റേതെങ്കിലും വാർത്തകൾക്കാണോ പ്രാധാന്യം നൽകിയിട്ടുള്ളത് എന്നുള്ളതെല്ലാം പരിശോധിക്കാം. ആദ്യം മലയാള മനോരമയാണ്. മലയാള മനോരമ ഏറ്റവും പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുള്ള വാർത്ത അജിത് കുമാറുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ആരോപണം ADGP അജിത് കുമാറിനെ നീക്കിയില്ല, അന്വേഷിക്കട്ടെ എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. PV അൻവർ MLA ഉയർത്തിയ ആരോപണ കൊടുങ്കാറ്റിൽ തൻ്റെ വിശ്വസ്തനായ ADGP MR അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു. എന്നാൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയിട്ടില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരനാണ് ADGP MR അജിത് കുമാർ എന്നതടക്കം വ്യക്തമാക്കിക്കൊണ്ടാണ് മലയാള മനോരമ വാർത്ത നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ അന്വേഷിക്കുക പോലീസ് മേധാവി എന്ന തലക്കെട്ടോടുകൂടി ADGP MR അജിത് കുമാറിനും മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരായ ആരോപണങ്ങൾ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ അന്വേഷണം ആർക്കാണെന്നുള്ള ഒരു വാർത്തയുണ്ട്. അതിനോടൊപ്പം തോക്ക് ലൈസൻസ് നേടിയ അൻവർ എന്ന തലക്കെട്ടോടുകൂടി MLA PV അൻവർ MLAയുടെ ലെറ്ററിൽ ഡിസ്ട്രിക്ട് കളക്ടർക്ക് തോക്കിനുള്ള ലൈസൻസ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്തയും ചെറിയ കുളത്തിൽ വലതുഭാഗത്ത് ആ വാർത്തയുടെ വലതുഭാഗത്തായിട്ടുണ്ട്. തൊട്ടുതാഴെ വിടവാങ്ങൽ ശൈലിയിൽ അജിത് കുമാറിൻ്റെ പ്രസംഗം, ഞാൻ ചെയ്ത കാര്യങ്ങൾ ആർക്കും അറിയില്ല എന്ന തലക്കെട്ടോടുകൂടി പോലീസ് സേനയ്ക്ക് നൽകിയ സംഭാവനകൾ അക്കമിട്ട് നിരത്തിയ അസോസിയേഷൻ സമ്മേളനത്തിൽ ADGP MR അജിത് കുമാറിൻ്റെ പ്രസംഗം, ആ പ്രസംഗത്തിൻ്റെ ഒരു രൂപം, അതാണ് ഈ പ്രധാന വാർത്തയുടെ തൊട്ടു താഴെയായി ഒരു കോളത്തിൽ നൽകിയിട്ടുള്ളത്. കൂടാതെ കളി കള്ളനും പോലീസും എന്ന തലക്കെട്ടോടുകൂടി ഭരണകക്ഷി MLA PV അൻവറിൻ്റെ ആരോപണ ശരങ്ങൾ ആഭ്യന്തര വകുപ്പിൻ്റെ നെഞ്ചിലേക്കാണ് തറച്ചിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് മുതൽ കൊലപാതകം വരെയുള്ള കൊടും കുറ്റകൃത്യങ്ങളുടെ നേതൃത്വം നൽകുന്ന അധോലോക സംഘം പോലീസിൻ്റെ തലപ്പത്തുണ്ടെന്ന ആരോപണം നിസ്സാരമല്ല എന്ന ഒരു സ്പെഷ്യൽ കാഴ്ചപ്പാട്, മലയാള മനോരമയുടെ കാഴ്ചപ്പാട് പേജ് 8 മനോരമ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ആദ്യ രൂപം ആദ്യ പേജിലുണ്ട്. അതായത് മനോരമ പറയാതെ പറഞ്ഞു വെക്കുന്നത് PV അൻവർ, ഭരണകക്ഷി MLA ആയ PV അൻവർ വിരൽ ചൂണ്ടുന്നത് ADGP MR അജിത് കുമാറിലേക്ക് മാത്രമല്ല, അതിലൂടെ MR അജിത് കുമാറിനെ വിശ്വസ്തനായി കൊണ്ട് നടക്കുന്ന കേരള മുഖ്യമന്ത്രിയെയും പരോക്ഷമായി ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് മനോരമ. അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് പറയുന്നു, കൊലപാതക കുറ്റങ്ങൾ പറയുന്നു. ഈ ആരോപണങ്ങളെല്ലാം PV അൻവർ ഉന്നയിക്കുമ്പോൾ അത് നേരിട്ട് MR അജിത് കുമാറിലേക്ക് ഒരു ശരം പോലെ കൊള്ളുമ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് എന്ന മനോരമ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ആ വാർത്തകളെല്ലാം കൊടുത്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ മനോരമ നൽകിയിട്ടുള്ളത് കുറ്റപത്രം നൽകിയാൽ CPM മുകേഷിനെ കൈയൊഴിഞ്ഞേക്കും എന്നുള്ള വാർത്തയാണ്. അന്വേഷണം നടത്തി MLA മുകേഷ് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചാൽ CPM പിന്നെ മുകേഷിനെ കൈയൊഴിയും എന്ന വാർത്തയാണ് മലയാള മനോരമ നൽകിയിട്ടുള്ളത്. ഈ രണ്ട് വാർത്തകൾക്കാണ് മനോരമ വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ CPMൻ്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ ഇന്ന് പ്രാധാന്യമേറെ കൊടുത്തിട്ടുള്ളതും MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ്. എന്നാൽ ആ വാർത്തയുടെ തലക്കെട്ട് MR അജിത് കുമാറിനെതിരായ ആരോപണം DGP അന്വേഷിക്കും എന്ന് മാത്രമാണ്. മറ്റു നടപടികളൊന്നും സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്ന പ്രതിഫലനം വരുന്ന തരത്തിലേക്കുള്ള തലക്കെട്ടൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ക്രമസമാധാന വിഭാഗം ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ 5 അംഗ സംഘം അന്വേഷിക്കും എന്ന ഒരു നേരെയുള്ള, അതായത് മറ്റ് ആരോപണങ്ങളിലേക്കൊന്നും ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ സർക്കാരിനെ അങ്കലാപ്പിലാക്കാത്ത തരത്തിലേക്ക് മുഖ്യമന്ത്രിയിലേക്ക് മനോരമ വിരൽ ചൂണ്ടിയതുപോലെ ദേശാഭിമാനി സ്വാഭാവികമായും വിരൽ ചൂണ്ടില്ല, ഇവിടെ വിരൽ ചൂണ്ടിയിട്ടില്ല. പുകഴ്ത്തുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ല. കേരള പോലീസ് സേനയിലെ പുഴുക്കുത്തുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. കോട്ടയത്തെ പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആ വേദിയിൽ വെച്ച് പറഞ്ഞ പ്രസംഗത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി ദേശാഭിമാനി എടുത്ത് പറഞ്ഞിരിക്കുന്നത് പുഴുക്കുത്തുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ല എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. എന്നാൽ ADGP MR അജിത് കുമാറിനെ സ്ഥലം മാറ്റുകയോ അല്ലെങ്കിൽ സസ്പെൻഷനിലേക്ക് പറഞ്ഞു വിടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പകരം അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ആരോപണം വരുമ്പോൾ ഉൾപ്പെടുത്താൻ കഴിയില്ല, അതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല.
പകരം ദേശാഭിമാനി പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുള്ള മറ്റു രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ സങ്കടങ്ങളെ മടങ്ങൂ അവർ പഠിക്കട്ടെ എന്ന തലക്കെട്ടോടുകൂടി വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിൽ പഠനം പുനരാരംഭിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത, ചേർത്തണച്ച് എന്ന തലക്കെട്ടോടുകൂടി സ്കൂളിലെ പ്രവേശനോത്സവത്തിനെത്തിയ മുണ്ടക്കൈ സ്കൂളിലെ റിയ മെഹറിനും വെള്ളാർമല സ്കൂളിലെ മുഹമ്മദ് ഹസീബിനും മന്ത്രി വി ശിവൻകുട്ടി ഉമ്മ നൽകി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ചിത്രം നൽകിയിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട വാർത്തയായി ദേശാഭിമാനി നൽകിയിട്ടുള്ളത് DCC പ്രസിഡന്റ് നൽകിയ പരാതി മുക്കി കോൺഗ്രസ് ദളിത് വനിതാ നേതാവിനെതിരെ ലൈംഗിക അതിക്രമം എന്ന വാർത്തയാണ്. ആ വാർത്തയ്ക്കാണ് പ്രാധാന്യം ദേശാഭിമാനി നൽകിയിട്ടുള്ള മറ്റൊരു വാർത്ത. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ ഒരു മാറ്റവുമില്ല, ആരോപണങ്ങളിൽ അന്വേഷണം മാത്രമെന്ന തലക്കെട്ടോടുകൂടി ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഭരണകക്ഷി MLA PV അൻവറിന്റെ ഗുരുതര ആരോപണങ്ങളിൽ ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ അന്വേഷണം മാത്രം പ്രഖ്യാപിച്ച് സർക്കാർ. ആരോപണ വിധേയരായ ADGP മാറ്റി നിർത്തിയുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന സൂചനയാണ് ഉണ്ടായിരുന്നെങ്കിലും അന്വേഷണത്തിൽ DGPയുടെ നേതൃത്വത്തിൽ ഉന്നത സംഘത്തെ മാത്രമാണ് തിങ്കളാഴ്ച രാത്രി പ്രഖ്യാപിച്ചത് എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ADGP MR അജിത് കുമാറിനെ നോക്കുന്ന ഒരു ചിത്രം നൽകിയിരിക്കുന്നു. അതിൻ്റെ തലക്കെട്ട് ഒറ്റ നോട്ടത്തിൽ എന്ന തലക്കെട്ടാണ് നൽകിയിട്ടുള്ളത്. അതേ പ്രധാന വാർത്തയുടെ താഴെ തന്നെ ADGP MR അജിത് കുമാർ കോട്ടയം കേരള പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ ഇരിക്കുന്ന ഒരു ചിത്രം, ആ ചിത്രം മറ്റെന്തൊക്കെയോ ചർച്ച ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ആദ്യഘട്ടം പൂർത്തിയാക്കി കടുപ്പിച്ച് അൻവർ എന്ന തലക്കെട്ടോടുകൂടി സർക്കാരിനെയും CPM-നെയും പ്രതിരോധത്തിലാക്കി മൂന്നാം ദിവസവും ഇടത് MLA PV അൻവറിൻ്റെ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും അതിൽ അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ അക്കമിട്ട് പറയുന്നു. മാതൃഭൂമി ആദ്യ പേജിൽ തന്നെ കവടിയാറിന് സമീപം ADGP കൊട്ടാരം പണിയുന്നു, അജിത് കുമാറിന് സ്വന്തമായി സ്വർണ്ണക്കടത്തു സംഘം, മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം ഫോൺ ചോർത്തി, എടവണ്ണയിലെ റിദാൻ കൊലക്കേസിൽ പ്രതി പോലീസ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഓരോന്നായി പറയുന്നു. അതിന് തൊട്ടു താഴെയായി ആരോപണം ഗൗരവത്തോടെ കാണുമെന്ന് MV ഗോവിന്ദൻ്റെ ഈ വിഷയത്തിലെ മറുപടി, കേന്ദ്ര ഏജൻസി അന്വേഷിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞ മറുപടി, അന്വേഷണം പുകമറ സൃഷ്ടിക്കലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീഷിൻ്റെ ഈ വിഷയത്തിലുള്ള മറുപടി, അതെല്ലാം മാതൃഭൂമി അതിൻ്റെ താഴെയായി ഓരോന്നായി നൽകിയിട്ടുണ്ട്. കൂടാതെ ലോക്കാക്കി എന്ന തലക്കെട്ടോടുകൂടി PV അൻവർ MLA മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ എടുത്ത ഒരു ചിത്രം കൂടി അതിനോടൊപ്പം നൽകുന്നു. ADGP MR അജിത് കുമാറിൻ്റെ ഈ വാർത്തയല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി മാതൃഭൂമി നൽകിയിട്ടുള്ളത് ജാതി സെൻസസ് പിന്തുണയ്ക്കുമെന്ന RSSന്റെ സൂചനയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കോൺഗ്രസും പ്രതിപക്ഷത്തു നിന്നും ഉൾപ്പെടെയുള്ള പല പാർട്ടികളും നിരന്തരം ആവശ്യപ്പെടുന്ന ജാതി സെൻസസിനെ പിന്തുണയ്ക്കുമെന്ന് RSS സൂചന നൽകിയതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനത്തോടുകൂടി മാതൃഭൂമി കാണുന്ന വാർത്തയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ മാതൃഭൂമി നൽകിയിട്ടുള്ളത്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വാർത്ത കുറച്ച് കാർട്ടൂണുകളൊക്കെ നൽകിക്കൊണ്ടാണ് കേരള കൗമുദി നൽകിയിട്ടുള്ളത്. തോക്ക് ചൂണ്ടിക്കൊണ്ട് MLA PV അൻവർ, അതിൽ നിന്ന് ബുള്ളറ്റുകൾ മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം P ശശിയുടെയും മുകളിൽ കൊള്ളുന്നു. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ADGP സംരക്ഷിക്കുന്നു. ആ തരത്തിലുള്ള ഒരു കാർട്ടൂണാണ് കേരള കൗമുദിയുടെ ആദ്യ പേജിൽ തന്നെ ഈ വാർത്തയോടൊപ്പം നൽകിയിട്ടുള്ളത്. തലക്കെട്ട് അതിവേഗം മുഖ്യമന്ത്രിയുടെ സംരക്ഷണം എന്ന തലക്കെട്ടാണ് നൽകിയിട്ടുള്ളത്. ADGP MR അജിത് കുമാറിനും P ശശിക്കും കവചം, സുജിത് ദാസിന് സ്ഥലം മാറ്റം എന്നടക്കമുള്ള പ്രധാന ഭാഗങ്ങളും കേരള കൗമുദി എടുത്തു നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം CPM-ന്റെ സ്വന്തം MLA ആയ PV അൻവർ നടത്തിയ അമ്പരപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചെങ്കിലും രാത്രി 10 ആയപ്പോൾ അത് ഞെട്ടിക്കുന്ന സംരക്ഷണ കവചമായി മാറി എന്ന് വളരെ കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്ന തരത്തിലേക്ക് തന്നെയാണ് കേരള കൗമുദി ആ വാർത്ത നൽകിയിട്ടുള്ളത്. ആരോപണങ്ങൾ സർക്കാരിൻ്റെ മുഖത്തേറ്റ പ്രഹരമായിട്ടും ആരോപണ വിധേയരായ ADGP MR അജിത് കുമാറിനെയും അവധിയിലുള്ള പത്തനംതിട്ട SP S സജിത് ദാസിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞില്ല എന്ന വാർത്തയാണ് അതിന് സൂചനയായി കേരള കൗമുദി മുൻപോട്ട് വെക്കുന്നത്. ആ പ്രധാനപ്പെട്ട വാർത്തയുടെ വലതു ഭാഗത്തായി DGP ഉൾപ്പെടെ പോലീസ് സംഘം അന്വേഷിക്കുമെന്ന വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. PV അൻവർ MLA തോക്കിന് ലൈസൻസിനായി ജില്ലാ കലക്ടർക്ക് കത്ത് നൽകിയിട്ടുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. CBI ഭീതിയും എന്ന തലക്കെട്ടോടുകൂടി അജിത്തിനെതിരായ ആരോപണങ്ങളിൽ CBI അന്വേഷണത്തിനും ശുപാർശ ചെയ്യുമെന്ന് പരാതി DGPക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന വാർത്തയും കേരള കൗമുദി ആദ്യ പേജിൽ നൽകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി കേരള കൗമുദി നൽകിയിട്ടുള്ളത് ഓണത്തിന് പുതിയ വീട്ടിലെ താമസം മുടക്കി കെട്ടിട സെസ് എന്ന വാർത്തയാണ്. അതായത് ഓണത്തിന് മുമ്പ് ഗൃഹപ്രവേശനം നടത്താൻ തിടുക്കപ്പെട്ട വീട് നിർമ്മാണം പൂർത്തിയാക്കിയവർ കെട്ടിട നമ്പറിന് എത്തുമ്പോൾ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്കുള്ള സെസ് അടയ്ക്കണമെന്ന ഉപാധി വെച്ചതോടെ സാധാരണക്കാർ നെട്ടോട്ടം ഓടുന്നു എന്ന വാർത്തയാണ് കൗമുദി ഫോളോ അപ്പായി അവർ
കേരള കൗമുദിയുടെ ആദ്യ പേജിൽ നൽകിയിട്ടുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമിയും അജിത് കുമാറുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അജിത് കുമാറിനെതിരെ വീണ്ടും അൻവർ ആഡംബര സൗധം പണിയുന്നു, സോളാർ കേസ് അട്ടിമറിച്ചു എന്ന തലക്കെട്ടാണ് നൽകിയിട്ടുള്ളത്. നിരപരാധിയെ കൊലക്കേസിൽ കുടുക്കി, സോളാർ കേസ് അട്ടിമറിച്ചു, സ്വർണ്ണക്കടത്തിൽ പങ്കാളി, കോടികൾ മുടക്കി കൊട്ടാരം പോലുള്ള വീട് പണിയുന്നു തുടങ്ങി ADGP MR അജിത് കുമാറിനും പോലീസിനുമെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി CPM MLA PV അൻവർ. തലസ്ഥാനത്ത് കവടിയാർ കൊട്ടാരത്തിനടുത്ത് അജിത് കുമാർ പണിയുന്നത് 12,000 ചതുരശ്ര അടിയുള്ള ആഡംബര വീടാണെന്ന് അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്ന് ആരംഭിക്കുകയാണ് ജന്മഭൂമിയുടെ ആ തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത. അതിനോടൊപ്പം ADGP MR അജിത് കുമാർ കവടിയാറിൽ നിർമ്മിക്കുന്ന വീടിൻ്റെ പണി പുരോഗമിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോയും ഒപ്പം നൽകുന്നു. വലതുഭാഗത്ത് നിർമ്മാണ കമ്പനിയുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന MR അജിത് കുമാറിൻ്റെ വീടിൻ്റെ മാതൃക ചിത്രം നൽകിക്കൊണ്ട് കോടികളുടെ വസ്തു വാങ്ങി നിർമ്മാണം, കവടിയാറിലേത് കൊട്ടാരം തന്നെ എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത മറ്റൊരു പ്രാധാന്യത്തോടുകൂടി ബോക്സിൽ നൽകിയിട്ടുണ്ട് ജന്മഭൂമി. അതിന് താഴെയായി ADGPയെ നീക്കിയേക്കും എന്ന തലക്കെട്ടോടുകൂടി ഗുരുതര ആരോപണങ്ങൾ ഉയരുകയും മുഖ്യമന്ത്രി പൊതുവേദിയിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ADGP MR അജിത് കുമാറിനെ നീക്കിയേക്കും എന്ന വാർത്തയ്ക്ക് മറ്റൊരു കോളത്തിൽ പ്രാധാന്യം നൽകുന്നു ജന്മഭൂമി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് അഖില ഭാരതീയ സമന്വയ ബൈഠക്കിന് സമാപനം. സ്ത്രീ സുരക്ഷയിൽ വിട്ടുവീഴ്ച പാടില്ല എന്ന RSS 3 ദിവസത്തെ പാലക്കാട് ചേർന്ന അഖില ഭാരതീയ സമന്വയ ബൈഠക്ക് ഇക്കാര്യം ആഴത്തിൽ ചർച്ച ചെയ്തു എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക MR അജിത് കുമാറിന്റെ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്ന തലക്കെട്ട് അൻവറിന്റെ ആരോപണത്തിൽ അന്വേഷണം മാത്രം, സംരക്ഷിച്ച് സർക്കാർ എന്ന തലക്കെട്ടാണ്. PV അൻവർ MLA ഉന്നയിച്ച ഗുരുതരാരോപണങ്ങളിൽ ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ നടപടിയെടുക്കാതെ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു എന്ന വാർത്ത. പുഴുക്കുത്തുകളെ ഒഴിവാക്കും മുഖ്യമന്ത്രി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാചകങ്ങളെ ഒരു ബോക്സിൽ ദേശാഭിമാനി നൽകിയ പോലെ ദീപികയും നൽകിയിട്ടുണ്ട്. തൊപ്പി ഉറപ്പിക്കുമോ എന്ന തലക്കെട്ടോടുകൂടി ADGP MR അജിത് കുമാർ തൊപ്പിയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം, മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതും കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ADGP അജിത് കുമാർ പണിയുന്നത് ആഡംബര വീട് എന്ന അൻവറിന്റെ ആരോപണം, ആ ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിലേക്ക് കവടിയാർ ADGP MR അജിത് കുമാർ പണിയുന്ന വീടിന്റെ ചിത്രവും ദീപിക നൽകുന്നു. ജന്മഭൂമി ഇത്തരത്തിലൊരു വാർത്ത നൽകിയിട്ടുണ്ട്. SP സുജിത് ദാസിനെ പത്തനംതിട്ടയിൽ നിന്ന് മാറ്റി. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയായി ആദ്യ പേജിൽ തന്നെ ദീപിക നൽകുന്നു. ആദ്യ പേജ് പൂർണ്ണമായും MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കും മറ്റു വാർത്തകൾക്കുമാണ് ദീപിക ഇടം നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ ദീപിക നൽകിയിട്ടുള്ളത് കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചു മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധന എന്ന വാർത്തയാണ്. ഇനി മാധ്യമമാണ്. മാധ്യമത്തിൽ പൊതുവേദിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി, ആഭ്യന്തര കലാപം ലൈവ് എന്ന തലക്കെട്ടാണ് നൽകിയിട്ടുള്ളത്. അതായത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ചരിത്രത്തിൽ സമാനതയില്ലാത്ത അത്യപൂർവ സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തിങ്കളാഴ്ച പോലീസ് സേനയിൽ രണ്ടാമൻ ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം മുഖ്യമന്ത്രി തന്നെ ലൈവായി പ്രഖ്യാപിച്ചെങ്കിലും അടിയന്തര നടപടികളില്ല എന്ന അവ്യക്തമായി മുഖ്യമന്ത്രി ADGP MR അജിത് കുമാറെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് മാധ്യമം വാർത്ത നൽകുന്നു. വലതുഭാഗത്ത് ADGP മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തിയെന്ന അൻവറിന്റെ ആരോപണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് PV അൻവർ MLA മലപ്പുറം പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ ഇരിക്കുന്ന ഒരു ചിത്രം, എല്ലാം കയ്യിലുണ്ട് എന്ന തലക്കെട്ടോടുകൂടി ഒരു ചിത്രവും അതിനോടൊപ്പം നൽകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി മാധ്യമം നൽകിയിട്ടുള്ളത് ബുൾഡോസർ രാജിനെതിരെ സുപ്രീം കോടതി എന്ന വാർത്തയാണ്. പ്രതികളുടെ വീടുകളും വാണിജ്യ സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തുന്ന ബുൾഡോസർ രാജിനെതിരെ സുപ്രീം കോടതി എന്ന വാർത്തയാണ് ഒരു ചിത്രത്തോടു കൂടി നൽകിയിട്ടുള്ളത്. ഇനി ഓരോ പത്രങ്ങളും നൽകിയിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട വാർത്തകളും കാർട്ടൂണുകളും ഒക്കെ പരിശോധിക്കാം. ആദ്യം ജന്മഭൂമിയാണ്. ജന്മഭൂമി 14,000 കോടിയുടെ കർഷകക്ഷേമ പദ്ധതി പ്രഖ്യാപിച്ചു കേന്ദ്രം എന്ന വാർത്ത നൽകുന്നു. അതിനോടൊപ്പം തന്നെ ന്യൂഡൽഹിയിലെ BJP ആസ്ഥാനത്ത് ചേർന്ന സംഘടൻ പർവ് സദസ്രത് അഭിയാൻ പരിപാടിയിൽ ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗത്വം പുതുക്കി നൽകുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമീപം നിൽക്കുന്ന ഒരു ചിത്രവും അതിനോടൊപ്പം നൽകുന്നു. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ 1500 ഓണച്ചന്ത തുടങ്ങുമെന്ന വാർത്തയാണ് ദേശാഭിമാനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത്. സബ്സിഡി ഇനങ്ങളും അതിന്റെ സബ്സിഡി വിലയും MRPയും അതിനോടൊപ്പം തന്നെ ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. നീലാവെള്ള കാർഡ് 10.90 രൂപയ്ക്ക് 10 കിലോ അരി നൽകുമെന്ന വാർത്തയ്ക്കും ചെറിയ കോളത്തിൽ പ്രാധാന്യം നൽകും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസിന്റെ വിക്കറ്റ് വീഴ്ച ആഘോഷിക്കുന്ന ആലപ്പി റിപ്പിൾസ് താരങ്ങളുടെ ചിത്രം നൽകുന്നു. പാരാലിമ്പിക്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ സ്വർണം നേടിയ ഇന്ത്യയുടെ നിതേഷ് കുമാറിന്റെ ചിത്രവും ആദ്യ പേജിൽ തന്നെ നൽകുന്നു. ഹെഡ്മാസ്റ്റർ എന്ന ദേശാഭിമാനിയുടെ കാർട്ടൂൺ പരമ്പരയിൽ മഹിളാ കോൺഗ്രസിന്റെ മഹിളാ സഹസ് സോൺ സമാപിച്ചു. അങ്ങനെ
അതിസാഹസികമായി പുറത്തെത്തി എന്ന ഒരു തലക്കെട്ടോടു കൂടിയാണ് ആ കാർട്ടൂൺ നൽകിയിട്ടുള്ളത്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മലയാള മനോരമ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് തർക്കത്തിൽ കേരളത്തിന് നിർണായക വിജയം, മുല്ലപ്പെരിയാർ ഡാമിന് സുരക്ഷാ പരിശോധന എന്ന വാർത്തയാണ്. ഒപ്പം അടിച്ചുകയറി വായന തലക്കെട്ടോടുകൂടി തിരുവനന്തപുരം സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തിലെ കേരള ക്രിക്കറ്റ് ലീഗ് ഉദ്ഘാടന വേദിയിൽ ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ ടീമിന്റെ ക്യാപ്റ്റന്മാരോടൊപ്പം സംസാരിക്കുന്ന ഒരു ചിത്രം നൽകി ഉൾപേജിൽ. അതിന്റെ പൂർണ്ണ വാർത്ത. ബദ്രിയെ തനിച്ചാക്കാതെ ആദിലും അസ്ലമും എന്ന തലക്കെട്ടോടുകൂടി മുണ്ടക്കൈ ക്ലാസ്സിലെ അവശേഷിച്ച ഏക ആൺകുട്ടിക്ക് കൂട്ടായി പഴയ സഹപാഠികൾ തിരികെ എത്തിയ വാർത്താ ചിത്രത്തോടുകൂടി നൽകുന്നു. കുഞ്ചുകുറുപ്പ് എന്ന മലയാള മനോരമയുടെ കാർട്ടൂൺ പരമ്പരയിൽ PV അൻവർ MLA തോക്ക് ലൈസൻസിന് അപേക്ഷ നൽകി എന്ന വാർത്തയ്ക്ക് ഉള്ളതോ ഇല്ലാത്തതോ എന്ന തലക്കെട്ടാണ് നൽകിയിട്ടുള്ളത്. മാതൃഭൂമി മറ്റ് പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് കാർഷിക മേഖലയ്ക്ക് 14,235 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകുന്ന വാർത്ത. അതിനോടൊപ്പം ബുൾഡോസർ നടപടി പ്രതിയാണെന്ന് കരുതി വീട് പൊളിക്കരുത്, സുപ്രീം കോടതി പറഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്ത മാതൃഭൂമിയുടെ ആദ്യ പേജിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ നൽകുന്നു. മുല്ലപ്പെരിയാറിൽ സമഗ്ര സുരക്ഷാ പരിശോധന എന്ന തലക്കെട്ടോടുകൂടി മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യത്തിൽ ഇടം നൽകുന്നു. കാകദർശി എന്ന മാതൃഭൂമിയുടെ കാർട്ടൂൺ പരമ്പരയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്രിമിനലുകളുടെ താവളം എന്ന് VD സതീശന്റെ ആരോപണം. പാപിയുടെ കൂടെ ശിവനിരുന്നാൽ ശിവനും പാപിയായിടും എന്ന തലക്കെട്ടാണ് ആ കാർട്ടൂൺ പരമ്പരയ്ക്ക് നൽകിയിട്ടുള്ളത്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദി മുല്ലപ്പെരിയാർ സുരക്ഷാ പരിശോധനയ്ക്ക് പച്ചക്കൊടി എന്ന വാർത്ത നൽകുന്നു. ഒപ്പം കർഷകർക്കായി 13,966 കോടിയുടെ 7 പദ്ധതികൾ കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത. തലവര എന്ന കേരള കൗമുദിയുടെ കാർട്ടൂൺ പരമ്പരയിൽ പോലീസ് സേനയ്ക്ക് കളങ്കം വരുത്തുന്ന പുഴുക്കുത്തുകളെ ആവശ്യമില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ആഭ്യന്തരമാക്കുന്നവരെ വെച്ചു പൊറുപ്പിക്കില്ല എന്നതാണ് അതിന് തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമം ഇന്ന് പ്രാധാന്യത്തോട് നൽകിയിട്ടുള്ളത് TC വാങ്ങി ഒപ്പം ചേർന്ന് ആദിലും അത്ഫിഫും ബദ്രിനാഥ് തനിച്ചല്ല എന്ന വാർത്ത. മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധന കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചു എന്ന വാർത്ത ഇടതുഭാഗത്ത് ചെറിയ കോളത്തിൽ നൽകുന്നു. ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് ആന്ധ്രയിലും തെലങ്കാനയിലും പേമാരി 27 മരണം എന്ന വാർത്തയാണ്. മാവേലി നാട് എന്ന ദീപികയുടെ കാർട്ടൂൺ പരമ്പരയിൽ അൻവറിന്റെ ആരോപണങ്ങളിൽ ഉന്നതതല അന്വേഷണം ഉണ്ടാകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ADGPക്കെതിരെ ശശിയും ശശിക്കെതിരെ അജിത് കുമാറും പരസ്പരം അന്വേഷിക്കുമായിരിക്കുമെന്ന തലക്കെട്ടാണ് കാർട്ടൂണിന് നൽകിയിട്ടുള്ളത്. അടുത്ത ദിവസം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും അവലോകനങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.